ഏതാനും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കല്ലായി ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. കല്ലായി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നു വി എം വിനുവിന്റെ അപ്രതീക്ഷിത പിന്മാറ്റം. ഇല്ലേ, എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത്? ഒരു പൊതുസമ്മതനായ ആളെ വീണ്ടും ആ പാർട്ടി തെരഞ്ഞില്ലേ? അല്ലല്ല, ഞങ്ങൾ വി എം വിനുവിനെ ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥി അവരോധിച്ചത് അദ്ദേഹത്തിന്റെ താരപരിവേഷം മാത്രമല്ല, ഈ നഗരസഭയ്ക്കെതിരെ UDF-നെ പോലെ തന്നെ നഗരത്തിലെ പൊതുസമൂഹത്തിനും അമർഷമുണ്ട്, എതിർപ്പുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു വി എം വിനുവിനെ ഞങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം മത്സരരംഗത്തില്ലെങ്കിലും മത്സരരംഗത്തുള്ള വിനുവിനേക്കാൾ ശക്തനായി മത്സരങ്ങളില്ലാത്ത വി എം വിനുവും ജോയി മാത്യുവിനെ പോലുള്ള സുപ്രസിദ്ധ നടന്മാരും ഈ പോരാട്ടത്തിൽ പൊതുസമൂഹത്തെ പ്രതികരിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ കാളകണ്ടി അവിടെ നല്ല പരിചിതനായ ആളാണ് അല്ലേ? കാളക്കണ്ടി ബൈജു ഒരുപക്ഷെ ഈ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ജയിക്കുന്ന കൗൺസിലറായിരിക്കും. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, പൊതുസമൂഹത്തിൽ സുപരിതൻ എന്ന് മാത്രമല്ല ഒരു സാധാരണക്കാരൻ. ഈ വിനുവിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു പെശക് ഉണ്ടായിട്ടുണ്ടോ? വിനുവിന്റെ കാര്യത്തിൽ പാർട്ടിക്കല്ല പെശകുണ്ടായത്, ഇലക്ഷൻ കമ്മീഷനാണ്. അവിടെ വോട്ട് ഉദ്യോഗസ്ഥന്മാരൊന്നും വോട്ട് ചേർത്തില്ല. പിന്നെ വിനുവിന് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ച കാര്യത്തിൽ പാർട്ടിക്ക് ആ കാര്യത്തിൽ വീഴ്ചയുണ്ടോ എന്നുള്ളത് പാർട്ടി ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. ഏതായാലും അതിലൊരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് ഏത് ഭാഗത്ത് നിന്ന് പരിശോധിക്കുകയാണ്. ഏതായാലും ഗൗരവമായി പാർട്ടി പരിശോധിക്കുകയാണ്. ഈ രാജേഷിനൊരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം കൗൺസിലറാണ്? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അതിൽ ഉണ്ടായ സൂക്ഷ്മതക്കുറവിന് കാരണക്കാർക്കെതിരെ അത് വളരെ ഗൗരവമായ നിലപാടുകൾ പാർട്ടി ഭാഗത്തുണ്ടാവും. അല്ല, അദ്ദേഹം താങ്കൾക്കൊരു കത്ത് നൽകിയെന്ന് പറയാം. ഞാനത് പാർട്ടിക്ക് അകത്തുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം. അതിനകത്തുണ്ടായ സൂക്ഷ്മതക്കുറവ് ഗൗരവത്തോടു കൂടിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കാണുന്നത്. ഈ മറ്റൊന്ന് ചർച്ച ചെയ്ത് വരുന്ന ഈ വെൽഫെയർ പാർട്ടിയായുള്ള ബന്ധമാണ്. കഴിഞ്ഞ വർഷം പലയിടങ്ങളിലും സഹകരിച്ചിരുന്നു. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും നേരിട്ട് പറഞ്ഞോ പറയാതെയോ എന്തെങ്കിലും തരത്തിലുള്ള സഹകരണം? ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഈ ജില്ലയിൽ UDF-ന്റെ ഘടകകക്ഷികൾക്ക് അപ്പുറത്തായി, UDF-ന്റെ അസോസിയേറ്റ് അംഗങ്ങൾക്ക് അപ്പുറത്തായി ആരുമായും കോൺഗ്രസിനോ UDF-ന് ബന്ധമില്ല. അല്ല, ഈ നേരിട്ടല്ലാതെ പ്രാദേശിക തലത്തിലെ പ്രവർത്തകർ നേരിട്ടോ അല്ലാതെയോ ഇല്ല. ഈ വെൽഫെയർ കൊള്ളില്ല എന്ന ഒന്നുമല്ല. ഞങ്ങളൊരു തീരുമാനമെടുത്തു. വെൽഫെയർ കൊള്ളില്ല എന്ന മോശമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളൊരു തീരുമാനമെടുത്തു. UDF ഘടകകക്ഷികളും അസോസിയേറ്റുകളുമായി മതി ബന്ധമില്ല. അതുകൊണ്ട് മാത്രമാണ്. ഈ അയ്യൂബിനെ പോലുള്ള ആളുകളൊക്കെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ പാർട്ടിക്ക് പുറത്ത് പോയല്ലോ അല്ലേ? അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രയല്ലേ. അത് അയ്യൂബിനെ പുറത്താക്കില്ല പാർട്ടി. അവര് വിമതരായിട്ട് അയ്യൂബിനെ പുറത്താക്കില്ല. അതൊന്നും ബാധിക്കില്ല. ഞാൻ പറഞ്ഞു, ഈ ഒരു സംഭവം ബാധിക്കില്ല മാത്രം. നിങ്ങൾ നോക്കിക്കോളൂ, മറ്റന്നാൾ മുതൽ അതിശക്തമായ പ്രചരണവുമായി UDF നഗരസഭ വരവുകയാണ്. ഇത്തവണ നഗരസഭ പിടിച്ചേ ഞങ്ങൾ ഇരിക്കുള്ളൂ. എന്തായാലും ഇതുവരെയുള്ള ഘടകങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. വലിയ വിജയം തന്നെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒപ്പം വി എം വിനുവിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച പരിശോധനയിൽ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്നും കെ പ്രവീൺകുമാർ പറയുന്നു.